ഹായ്, ഇന്ന് വളരെ ഈസി ആയിട്ടും നല്ല രുചികരമായിട്ടുള്ളൊരു അവൽ പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി കറക്റ്റായിട്ട് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുകി വരുമ്പം ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതിൻ്റെ അളവ്. അപ്പോൾ അതിലേക്ക് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കാഷ്യൂസ് ഒരു പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂസും നമ്മുടെ റൈസിൻസ് ഉണ്ടല്ലോ, ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഇത് മാത്രമേ ചേർക്കുള്ളൂ. തേങ്ങാക്കൊത്തൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. ഒരു പിടിയോളം തന്നെ നമ്മുടെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കതിന് മാറ്റി വയ്ക്കാം. അതേ നെയ്യിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 കപ്പോളം അളവിൽ നമ്മുടെ അവലാണ്. ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ അധികം വലിപ്പം കുറഞ്ഞത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പായസത്തിന് വലിപ്പം കൂടിയ അവലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് ഈ നെയ്യിൽ കിടന്നൊന്ന് വാടി മൊരിഞ്ഞ് കിട്ടണം. നമ്മൾ എടുത്ത് അമർത്തി നോക്കുമ്പോൾ പൊട്ടി വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അങ്ങനെ ആവുന്നിടത്തോളം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കതിനെ മാറ്റാം. എന്നിട്ട് നമ്മൾ പാല് ചൂടാക്കാനാണ് വയ്ക്കുന്നത്. ഞാനിവിടെ 1 ലിറ്റർ പാല് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് അതെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ആദ്യം. പാല് പാട കെട്ടാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ഇടയിലിടയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ മിൽക്ക് മെയ്ഡാണ്, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ തുടരെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. ഒരു പായസത്തിൻ്റെ പരുവം. അവൽ പായസം എന്ന് പറയുന്നത് അധികം കട്ടിയില്ലാത്ത ഒരു ടൈപ്പ് പായസമാണ്. പായസം എന്ന് പറയുന്നത് അധികം കുറുകിയ ടൈപ്പ് കൺസിസ്റ്റൻസി അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലോണം പാല് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച അവൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അവൽ നല്ലോണം വെന്ത് കഴിയണം. വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ വേകുന്നതോടൊപ്പം തന്നെ ഈ പാല് കുറച്ചൊന്ന് വറ്റി കിട്ടുകയും ചെയ്യും. ഇനി അവൽ നന്നായി വെന്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും റൈസിൻസും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നട്ട്സൊക്കെ ചേർത്തതിന് ശേഷം ഒരു 2 തിളച്ചാൽ മാത്രം മതി. ഇനി അധികം കുറുകത്തില്ല ഈ പായസം. അപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി പായസമാണ്. ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്